ഹായ് സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീജിയൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ +1 സോഷ്യോളജിയുടെ 100% ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചാപ്റ്റർ 1 to 5 ആണ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റി. സാമൂഹിക ഘടന, ശ്രേണീകരണം, സമൂഹത്തിലെ സാമൂഹിക പ്രക്രിയകൾ. ഈ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ സ്ട്രക്ചർ? എന്താണ് സാമൂഹിക ഘടന? സാമൂഹിക ഘടന അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഓരോ സംഗതികൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഒരു വീടാവട്ടെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ആവട്ടെ, ഒരു സ്ഥലമാവട്ടെ, അതിനൊക്കെ ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഘടനയുണ്ട്. അതുപോലെ സമൂഹത്തിനും ഒരു ഘടനയുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സമൂഹത്തിലെ ജനങ്ങളുടെ പെരുമാറ്റത്തിലും ബന്ധങ്ങളിലുമുള്ള ക്രമങ്ങളും മാതൃകകളുമാണ്. അപ്പോൾ അത് ക്രമങ്ങളാണ്, മാതൃകകളാണ്. എവിടെയാണ് അതുള്ളത്? സമൂഹത്തിലെ ജനങ്ങളുടെ പെരുമാറ്റത്തിലും അവരുടെ റിലേഷൻഷിപ്പിലും. അതിനെയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹിക ശ്രേണീകരണം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്താണ് ശ്രേണീകരണം? സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള ഘടനാപരമായിട്ടുള്ള അസമത്വമാണ് ശ്രേണീകരണം. അതായത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഘടനാപരമായിട്ടുള്ള അസമത്വമാണ്, എല്ലാവരും തുല്യരല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മൂന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 100% ഷുവറായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ 3 ബേസിക് ഫോംസ് ഓഫ് അഡ്വാൻറ്റേജസ് വിച്ച് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് എൻജോയ്. അതായത് സമൂഹത്തിലെ ഒരു വിശേഷമായിട്ടുള്ള ഒരു സംഘം, അതായത് സമൂഹത്തിലെ വിശേഷ അവകാശമുള്ള സംഘങ്ങൾ അനുഭവിക്കുന്ന 3 അടിസ്ഥാനപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഏതെല്ലാം? പ്രധാനമായിട്ടും 3 എണ്ണമാണ്. 1 ജീവിതാവസരങ്ങൾ, 2 സാമൂഹിക പദവി, 3 രാഷ്ട്രീയ സ്വാധീനം. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അത് എഴുതണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓർഗാനിക് സോളിഡാരിറ്റി ആൻഡ് മെക്കാനിക് സോളിഡാരിറ്റി. അതായത് യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദിക്കും. ഈ സെയിം ടോപ്പിക്ക് നിങ്ങൾക്ക് 9ാമത്തെ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് 9ാമത്തെ ചാപ്റ്ററിൽ ഇത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത്. അത് ഇവിടെ പറയുന്നതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി? യാന്ത്രിക ഐക്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പണ്ടത്തെ അല്ലെങ്കിൽ പ്രാകൃത സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. ദെൻ ഓർഗാനിക് സോളിഡാരിറ്റി ആധുനിക സമൂഹത്തിലാണ്. ദെൻ സമാനമായ ജീവിത രീതിയാണ് മെക്കാനിക്കലുള്ളത്. ചെറിയ ജനസംഖ്യയാണ്, വ്യക്തിപരമായ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അടിച്ചമർത്തലായിട്ടുള്ള നാട്ടിലെ ഒരുപാട് നിയമങ്ങളുണ്ടാവും. സ്വയം പര്യാപ്തതയുള്ള ഒരുപാട് സംഘങ്ങളുണ്ടാവും. ദെൻ പ്രായത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം ഉണ്ടാവും. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റിയിൽ വ്യത്യസ്തമായുള്ള ജീവിത രീതിയാണ്, വലിയ ജനസംഖ്യയാണുള്ളത്, ഔപചാരിക ബന്ധങ്ങളായിരിക്കും, ഒരുപാട് തിരുത്തൽ നിയമങ്ങൾ അവിടെയുണ്ട്, പരസ്പര ആശ്രയത്വമാണ്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഇത് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ കോൺഫ്ലിക്റ്റ്? എന്താണ് സംഘർഷം എന്ന് പറഞ്ഞാൽ? വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ തമ്മിലൊരു ഏറ്റുമുട്ടലാണ് സംഘർഷം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ക്യാപിറ്റലിസം? മുതലാളിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഇതും ഒരു 100% നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 1 വ്യാപാരത്തിൻ്റെ വികസനം, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, ദെൻ റൈസിങ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ക്യാപിറ്റലിസത്തിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് സഹകരണം? വാട്ട് ഈസ് കോപ്പറേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ സഹകരണം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ സഹകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 6ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 7th ചാപ്റ്ററാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. താരതമ്യേന കുറച്ച് വലിയ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിങ്ങളൊരു 100% പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനിൽ 1ാമത്തെ ചോദ്യം ഒരു എസ്സേ ആണ്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച് ബേസ്ഡ് ഓൺ ദ നേച്ചർ. സാമൂഹിക മാറ്റത്തെ അതിന് വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് എന്നുള്ളതാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. 1 പരിണാമപരമായ മാറ്റം, 2 വിപ്ലവകരമായ മാറ്റങ്ങൾ, 3 ഘടനാപരമായ മാറ്റം, 4 മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇത് ഓരോ പോയിന്റും എഴുതി അതിനെ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതണം. ഇതൊരു ഷോർട്ട് എസ്സേയോ അല്ലെങ്കിൽ ഒരു എസ്സേയോ ചോദിക്കും. ചിലപ്പോൾ ഇതും സോഴ്സസും കൂടിയിട്ട് ഒരുമിച്ച് ഒരു എസ്സേ ചോദിക്കാം.
അതായത് നമ്മുടെ രണ്ടാമത്തെ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച് ബേസ്ഡ് അപ്പോൺ കോസസ് ഓർ സോഴ്സസ്. അതായത് സോഷ്യൽ ചേഞ്ചിൻ്റെ കോസ് ചോദിച്ചാലും സോഴ്സ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്, മറക്കരുത്. സ്രോതസ്സ് ചോദിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കാരണം ചോദിക്കുകയാണെങ്കിലും ഒരേ ഉത്തരമാണ് എഴുതേണ്ടത്. പ്രധാനമായിട്ടും 4 രീതിയിലുള്ള കോസസാണ് ഉള്ളത്. ഒന്ന് പാരിസ്ഥിതിക കാരണം, രണ്ടാമത്തെ സാങ്കേതിക വിദ്യയും സമ്പദ്ഘടനയും, 3 രാഷ്ട്രീയ കാരണങ്ങൾ, 4 സാംസ്കാരിക മാറ്റം. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തവിടെ എഴുതണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡോമിനൻ്റ് കാസ്റ്റ്? പ്രബല ജാതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 3 സവിശേഷതയാണ് പ്രബല ജാതിക്കുള്ളത്. ഒന്ന്, അവർ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, അതായത് സംഖ്യാബലം ഉണ്ടാവും. 2 സാമ്പത്തിക അധികാരം ഉണ്ടാവും. 3 രാഷ്ട്രീയ അധികാരം ഉണ്ടാവും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രബല ജാതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് MN ശ്രീനിവാസാണ്, അത് മറക്കരുത്. ചിലപ്പോൾ ഒരു 1 വേർഡ് അവിടെ നിന്ന് ചോദിക്കാം. ദെൻ ഇനി അടുത്തൊരു 100% മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്? എന്താണ് ബന്ധിത സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? മതിലുകളും കവാടങ്ങളും നിർമ്മിച്ച് ചുറ്റുപാടിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന നഗരങ്ങളിലെ ഉയർന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബന്ധിത സമുദായങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില വില്ല പ്രൊജക്റ്റുകളൊക്കെ അല്ലേ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും, അവർ മാത്രം അതിനകത്ത് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. അത്തരം സൊസൈറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ജെൻട്രിഫിക്കേഷൻ? എന്താണ് കുലീനവൽക്കരണം? എന്താ കുലീനവൽക്കരണം എന്ന് പറഞ്ഞാൽ, നഗരത്തിലെ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹം ഉയർന്ന വർഗമോ മധ്യവർഗമോ ആയി മാറുന്ന ഒരു പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? കുലീനവൽക്കരണം എന്ന് പറയുന്നത്. അതും ഒരു 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്, എന്താണ് ഗെറ്റോയിസേഷൻ? വാട്ട് യു മീൻ ബൈ ഗെറ്റോയിസേഷൻ? ഏക സമുദായവൽക്കരണം എന്നാൽ എന്ത്? അതായത് അയൽപക്കങ്ങൾ, മതം, ജാതി, വംശം, അതുപോലെ തന്നെ സ്വബോധം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏക സമുദായങ്ങളായി മാറുന്ന പ്രക്രിയക്കാണ് ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ ഓർഡർ, സാമൂഹിക ക്രമം. ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കും. അതായത് എന്താണ് സാമൂഹിക ക്രമം? സുസ്ഥിരമായുള്ള സാമൂഹിക വ്യവസ്ഥകൾക്കുള്ളിലെ മാറ്റങ്ങളെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുള്ള ഒരു പ്രവണതക്കാണ് ശരിക്ക് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ഓർഡർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി സാമൂഹിക ക്രമം 2 മാർഗങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. അത് ചിലപ്പോൾ ചോദിക്കാം, അത് എന്തൊക്കെയാണ് 2 മാർഗങ്ങളെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങളത് ഓർത്ത് വെക്കണം. എന്നാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിലെ ഫുൾ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് ആവും. ഏതൊക്കെയാണ് ആ 2 മാർഗ്ഗങ്ങൾ? ഒന്ന്, ജനങ്ങൾ സ്വമേധയാ നിയമങ്ങളും അതുപോലെ തന്നെ വഴക്കങ്ങളും അനുസരിക്കുമ്പോൾ, 2 നിയമങ്ങളും വഴക്കങ്ങളും അനുസരിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുമ്പോൾ. ഒന്ന്, നമ്മൾ സ്വമേധയാ കാര്യങ്ങൾ അനുസരിക്കുന്നു, മറ്റൊന്ന് ഗവൺമെൻറ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് 7th ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ നിങ്ങൾ പവർ ആൻഡ് അതോറിറ്റി എന്നുള്ള ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാനും പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല ഒരു എസ് ഷുവറായിട്ട് ഈ ചാപ്റ്റർ നിന്ന് വരും ചെയ്യും. താരതമ്യേന ഒരു ചെറിയൊരു ചാപ്റ്ററുമാണ് എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, പരിസ്ഥിതിയും സമൂഹവും. അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, വാട്ട് ഈസ് മീൻ ബൈ സോഷ്യൽ എൻവയോൺമെൻറ്റ്? എന്താണ് സാമൂഹിക പരിസ്ഥിതി എന്നാൽ? സാമൂഹിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവിക ഭൗതിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെ ഇടപെടലുകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സാമൂഹിക പരിസ്ഥിതി ഉണ്ടാവുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ റിസ്ക് സൊസൈറ്റീസ്? എന്താണ് റിസ്ക് സൊസൈറ്റി? അതായത് അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുള്ള വ്യാവസായികവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം, മുമ്പുണ്ടായി കഴിഞ്ഞാൽ ഓരോ നാച്ചുറൽ ട്രാജഡി ഇപ്പോഴും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അപകട സാധ്യതയുള്ള സമൂഹങ്ങളിലാണ് നാം ജീവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസ്ക് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അപകട സാധ്യതയുള്ള സമൂഹം. നമ്മുടെ ഭോപ്പാൽ ട്രാജഡിയൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ദെൻ ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരു എസ് ഷുവറാണ്, ഇത് പഠിച്ചു വെച്ചോളൂ. പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളും അപകടങ്ങളും എന്തൊക്കെയാണ് വിശദീകരിക്കുക? എക്സ്പ്ലെയിൻ ദ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്. ഇപ്പോൾ ഏതൊക്കെയാണ്? ഓരോന്ന് 5 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. 1 വിഭവശോഷണം, 2 മലിനീകരണം, 3 ആഗോളതാപനം, 4 ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, 5 പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അപ്പോൾ അതിൻ്റെ പോയിന്റുകളും എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ വർഷവും ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആർ ഓൾസോ ബിക്കം സോഷ്യൽ പ്രോബ്ലം. വൈ, എന്തുകൊണ്ടാണ്? അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക അസമത്വമായിട്ട് നല്ല ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സംഘങ്ങളെ വ്യത്യസ്തമായിട്ടാണ് ബാധിക്കുന്നത്. പാരിസ്ഥിതിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും അവയെ അതിജീവിക്കാനും ജനങ്ങളെ പ്രാപ്തരാക്കുന്ന അവരുടെ സാമൂഹിക പദവിയും അധികാരവുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് എന്താണ്, കണക്റ്റഡാണ്. അതുകൊണ്ടാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി മാറുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ലൈഫിനെയും എന്ത് ചെയ്യും, ബാധിക്കും. ചിലപ്പോൾ ഇത് കൂടാതെ ചിലപ്പോൾ 2 മാർക്കിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചേക്കാം. എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഭാവി തലമുറക്ക് കേടുപറ്റാത്ത രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇനി നമ്മുടെ ചാപ്റ്റർ നമ്പർ 9 ആണ് പാശ്ചാത്യ സാമൂഹിക ശാസ്ത്രജ്ഞർ, വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്. ഈ ഒരു ചാപ്റ്ററും 10ാമത്തെ ചാപ്റ്ററും രണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന 2 ചാപ്റ്റേഴ്സാണ്. മാത്രമല്ല മാച്ച് ദ ഫോളോയിങ് വരും, എസ്സേകൾ വരും, കുറേ വൺവേഡുകളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് 9ഉം 10ഉം. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നിരുന്നാലും ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. അതിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഷോർട്ട് എസ്സേ, ദ എമർജൻസ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് കാരണമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്, 3 വിപ്ലവങ്ങൾ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 1 ജ്ഞാനോദയം, 2 വ്യാവസായിക വിപ്ലവം, 3 ഫ്രഞ്ച് വിപ്ലവം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽ ഓഫ് അലീനിയേഷൻ. അപ്പോൾ അലീനിയേഷൻ എന്നുള്ള പറയുന്ന കോൺസെപ്റ്റ് ആരുതാന്നുള്ള ആദ്യം മനസ്സിലാക്കണം, കാൾ മാക്സിൻ്റെ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 വേരിയസ് ലെവലാണുള്ളത് അലീനിയേഷൻ, അന്യവൽക്കരണത്തിന്. 1 മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കുന്നു, 2 മനുഷ്യൻ പരസ്പരം അന്യവൽക്കരിക്കപ്പെടുന്നു, 3 തൊഴിലാളി വർഗം അവരുടെ അധ്വാന ഫലത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്നു, 4 മനുഷ്യർ അവരിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെടുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ക്ലാസ് സ്ട്രഗിൾ. വർഗസമരം എന്താണ് എന്ന് വിശദീകരിക്കുക. എന്താണ് വർഗസമരം? ഉൽപാദന പ്രക്രിയയിൽ ഒരേ പദവിയിലുള്ളവർ കാലക്രമത്തിൽ ഒരു വർഗമായി തീരുന്നു. ഓരോ വർഗവും അവരുടേതായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്നു. മുതലാളിത്തത്തെ വ്യവസായങ്ങളിൽ എല്ലാ ഉൽപ്പന്ന മാർഗങ്ങളിൽ നിന്നും മുതലാളിമാരുടെ ഉടമസ്ഥയിലാണ്. തൊഴിലാളികൾ ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം അധ്വാനം കൂലിയായി വിൽക്കുന്നു. രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ വർഗബോധം ഉടലെടുക്കുന്നു. വർഗബോധത്തിൻ്റെ വളർച്ചയുടെ വർഗസമരം ഉണ്ടാകുന്നു. വർഗസമരത്തിലൂടെ തൊഴിലാളികളുടെ പ്രബല വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതാണ് ശരിക്കും വർഗം സമരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ സ്വയം ഒരു ബോധമുണ്ടാകുന്നു. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, പോരാടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അതാണ് അതുകൊണ്ട് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്, എന്താണ് മൂല്യനിരപേക്ഷത എന്ന് പറഞ്ഞാൽ, വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സോഷ്യോളജിസ്റ്റുകൾ പൊതുവേ മറ്റുള്ളവരുടെ ഒബ്ജക്റ്റീവായിട്ടുള്ള വികാരങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് വിശദീകരിക്കുന്നത്. അവരങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലാതെ മുൻവിധികളോടെയല്ല. ഇത്തരത്തിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ബേസിൽ കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വെബറിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് യു മീൻ ബൈ ഐഡിയൽ ടൈപ്പ്. എന്താണ് ആദർശ മാതൃക എന്ന് പറഞ്ഞാൽ ചോദിക്കും. ആദർശ മാതൃക എന്താണ് അങ്ങനെ പറഞ്ഞാൽ, യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കല്പിക രീതിയാണ് ആദർശ മാതൃക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാമൂഹിക പ്രതിഭാസത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ ഉയർത്തി കാണിക്കുന്നു. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് അതോറിറ്റി. മാക്സ് വെബറുടെ അധികാരത്തിൻ്റെ 3 രീതികളുണ്ട്, ടൈപ്സ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അധികാരത്തിന് 3 രീതി. അത് 1 പരമ്പരാഗതമായുള്ള അധികാരം, 2 വ്യക്തിപ്രഭ അധികാരം, 3 യുക്തിപരവും നിയമപരവുമായുള്ള അധികാരം. അതും എന്ത് ചെയ്യും, ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സവിശേഷത, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണത്? 1 ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനമാണ്, 2 സ്ഥാനങ്ങളുടെ ശ്രേണീകരണമാണ്, 3 ലിഖിതമായുള്ള പ്രമാണങ്ങളുടെ ആശ്രയത്വം, 4 ഓഫീസ് നടത്തിപ്പ്, 5 ഓഫീസിലെ പെരുമാറ്റം. അപ്പോൾ ഇതും ഒരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 9ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ഇനി നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ 9-10 ചാപ്റ്ററുകളൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ, ഈ 2 ചാപ്റ്റർ എന്നല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ ഏതെങ്കിലും കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഓരോ ചാപ്റ്ററിലെയും എല്ലാ പാഠഭാഗങ്ങളും വിശദീകരിച്ചുള്ള ചാപ്റ്റർ വൈസ് ക്ലാസ്, അത് ടീം ടീച്ചിങ് ആയിട്ടുള്ളതുണ്ട്, സിംഗിൾ ടീച്ചിങ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലേക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ കോൺസെപ്റ്റുകളും വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 10ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, അതിൽ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ബൈ GS ഗുരെ. GS ഗുരയുടെ അഭിപ്രായത്തിൽ ജാതിയുടെ സവിശേഷത വിശദീകരിക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ആ സവിശേഷതകൾ? 1 ഖണ്ഡവിഭജനം, 2 ശ്രേണീബന്ധമായുള്ള വിഭജനം, 3 സാമൂഹികമായുള്ള പാരമ്പര്യത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ, 4 വ്യക്തിഗത അവകാശങ്ങളും കടമകളും, 5 തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയന്ത്രണം, 6 വിവാഹത്തിനുള്ള നിയന്ത്രണങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കാസ്റ്റിലെ സവിശേഷത എന്ന് പറയുന്നത്. ഈ 6 നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രഡീഷൻ ആൻഡ് ചേഞ്ച്. പാരമ്പര്യ മാറ്റവും അതിനെക്കുറിച്ചും നമ്മുടെ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. എന്താണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? പാരമ്പര്യം സജീവവും ചലനാത്മകവുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ കേന്ദ്രം വ്യക്തിയല്ല, സാമൂഹിക സാംസ്കാരിക സംഘങ്ങളാണ്. അത് ഓർത്ത് വെക്കുക. ദെൻ പിന്നെ എന്താണ്? ഭൂതകാലത്തിൽ ആഴത്തിലുള്ള ഒരു വേരോട്ടമുള്ളവയാണ് പാരമ്പര്യം. അത് കുറേ മുമ്പേ ഉള്ളതാണ്. പാരമ്പര്യം മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു. അതായത് ചെറിയ ചേഞ്ചസ് ഒക്കെ പാരമ്പര്യത്തിൽ വന്നു എന്നർത്ഥം. ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. 1 ശ്രുതി, സ്മൃതി, അനുഭവ. ഈ 3 പരിവർത്തന തത്വങ്ങളിലാണ് ഇന്ത്യൻ ട്രഡീഷൻസ് കാര്യമായിട്ട് ഉൾക്കൊള്ളിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കണം. 3ാമതായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. ക്ഷേമരാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെക്കുക, AR ദേശായിയാണ് ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ സവിശേഷത പ്രധാനമായിട്ട് 3 1 ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്, 2 ഒരു ജനാധിപത്യ രാഷ്ട്രം, 3 മിശ്രിത സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമി. അപ്പോൾ ഇതും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ദ വ്യൂ ഓഫ് MN ശ്രീനിവാസ് ആൻഡ് ലൂയിസ് ഡുമോ ഓൺ വില്ലേജ് സൊസൈറ്റി. അതായത് ഗ്രാമ സമുദായത്തെക്കുറിച്ച് ലൂയി ഡുമോയുടെയും MN ശ്രീനിവാസിൻ്റെയും തമ്മിൽ 2 പേരുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഇത് 2 പേരും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. ആദ്യം നിങ്ങൾക്ക് ശ്രീനിവാസിൻ്റെ അഭിപ്രായം എഴുതാം. ശ്രീനിവാസൻ എന്താ പറയുന്നത്? ലൂയിസ് ഡുമോൻ്റെ കാഴ്ചപ്പാടിനെ ശ്രീനിവാസ് ശക്തമായിട്ട് എതിർത്തു. ഗ്രാമം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹിക അസ്തിത്വമാണ്. ഗ്രാമത്തിലെ സാമൂഹിക ജീവിതത്തിൽ ഗ്രാമ ഐക്യത്തിനാണ് വലിയ പ്രാധാന്യം. എന്നാൽ ലൂയിസ് ഡുമോൻ്റെ ഭാഗത്ത് നിങ്ങൾ എഴുതുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ജാതിക്കാണ് അദ്ദേഹം കൊടുത്തത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാമത്തെ ഒരു പഠന ഏകകമായ വലിയ പ്രാധാന്യം നൽകുന്നത് നമ്മളെ വഴിതെറ്റിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഗ്രാമത്തിനേക്കാൾ കൂടുതൽ അവിടുത്തെ ആളുകൾക്ക്, ജാതികൾക്കാണ് ആര് പ്രാധാന്യം കൊടുത്തത്? ലൂയിസ് ഡുമോ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിക്കും. അത് DP മുഖർജിയാണ്. അതേപോലെ തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ DP മുഖർജിനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. ദെൻ അതേപോലെ തന്നെ പിന്നെന്താണ് ദ മിത്ത് ഓഫ് ദ വെൽഫെയർ സ്റ്റേറ്റ്, ആ ബുക്ക് എഴുതിയത് AR ദേശായാണ്. റിമെമ്പേർഡ് വില്ലേജ് ഓർത്ത് വെക്കുക, ഇതോടെ 1 വേർഡ് ചോദ്യം വരും. ദ റിമെമ്പേർഡ് വില്ലേജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? MN ശ്രീനിവാസാണ്. ഇങ്ങനെ ഒരുപാട് 1 വേർഡുകളൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +1 സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്കൊരു A+ കിട്ടും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.